ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ ഡേ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് വിഷു ആണ്. സോ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. സോ വിഷു ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ വിഷുക്കണി. ആൻഡ് ഇതിന്റെ ഷോപ്പിങ്ങും കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ 2 ദിവസം മുന്നേ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഷോർട്ട് ക്ലിപ്പ്, പിന്നെ ഈ കണി ഒരുക്കിയ വീഡിയോസും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുക്കിയ വിഷുക്കണി. സോ അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട്. സോ ഞങ്ങൾ രാവിലെ എണീറ്റ് ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് കണിയൊക്കെ കണ്ടു. പിന്നെ അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ എണീറ്റ് പിന്നെ കുളിച്ച് റെഡിയായി. സോ അതെ, ഞങ്ങൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റെഡി ആയതിനും വേറെ പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് റെഡിയായി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരുടെ ആദ്യത്തെ വിഷുവും കൂടിയാണ് മാരേജിന് ശേഷം. സോ അതിന് വേണ്ടിയിട്ട് പിന്നെന്താ, ഇനിയിപ്പോ അടുത്തത് ഇനി സദ്യയാണ്. സദ്യയൊക്കെ ഉണ്ട്. അതോടെ വിഷു കഴിയും. അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വേറെ ഇപ്പൊ എന്താണ്, ഇതൊക്കെ തന്നെ പറയുള്ളൂ. സോ നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വരും. അതിന് പുറകെ ഞങ്ങൾ സദ്യ കഴിക്കുന്ന വീഡിയോ, സദ്യയിൽ എന്തൊക്കെയുള്ളതെന്ന് വിഭവങ്ങളൊക്കെ കാണിച്ചു തരാം. സോ നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ട്. ഹലോ എവരിവൺ, അപ്പൊ ഞങ്ങൾ ഇന്ന് വിഷുക്കണിക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോവാണ്. ഇവിടെ ലിസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പോണത് ഫാമിലിയിലല്ലേ പോണ്, അതോ ലുലുലോ? ഇന്ത്യനിലാണ് പോണത്. അവിടെ പോയി നോക്കാം. എൻ്റെ അടുത്ത് തന്നെയാണ് ഫാമിലി മാർക്കറ്റ്. ഫാമിലി ഫുഡ് സെൻറ്ററോ അതും കൂടി ഉള്ളത്. അപ്പോൾ പലവിടെ നിന്നും കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പം നോക്കട്ടെ, അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ഉള്ളതെന്ന് എനിക്കറിയില്ല. ഉള്ളതൊക്കെ പറ്റുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് വിഷു ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. ഓക്കെ, സോ ഫസ്റ്റ് വിഷു. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ നല്ല രീതിയിൽ അലങ്കരിച്ച് വെക്കണം എന്നൊക്കെ ഉണ്ട്. സോ നമുക്ക് നോക്കാം അവിടെ പോയിട്ട് എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ്. വിഷുവിന് പല സാധനങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഓരോ സ്റ്റോറിലും. അധികമുള്ള ഈ മലയാളി സ്റ്റോറുകളിലൊക്കെ കുറേ വിഷു പ്രമാണിച്ച് കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ അപ്പോൾ ഞാൻ അവിടെ വെച്ച് കാണാം മാർക്കറ്റ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വിഷു ഷോപ്പിങ്ങിനായിട്ട് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. സോ അവിടെ ഓൾറെഡി കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ മറന്നുപോയി. അപ്പോൾ ആ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. സോ ഞാനൊരു വിളക്കൊക്കെ മേടിച്ചു. പിന്നെ നവധാന്യങ്ങൾ വെക്കാനുള്ള ഒരു സാധനം, അങ്ങനെ. പിന്നെ ഈ വിളക്ക്, ഈ മൺവിളക്കുണ്ടല്ലോ, അത് സാധനം വെക്കാറില്ല. ഞാൻ ജസ്റ്റ് ഒരു അലങ്കാരത്തിന് മാത്രം അത് മേടിച്ചാണ് ഒരു 4 എണ്ണം. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനത്തെ സാധനങ്ങൾ, പൂക്കൾ, കണിപ്പൂവ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടായിരുന്നു പോയത്. പിന്നെ ഈ പുതിയ മുണ്ട് ഇങ്ങനെ വെക്കുമല്ലോ, പുതിയൊരു വസ്ത്രം ഇങ്ങനെ വെക്കണമല്ലോ, അതും മേടിക്കാനുണ്ടായിരുന്നു. സോ അതൊക്കെ മേടിച്ച് ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി. സോ അത്രയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ വിഷു ഷോപ്പിംഗ്. ഒരു കുഞ്ഞു ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. ഹലോ എവരിവൺ, അപ്പോൾ നാളെ വിഷു ആണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. സോ ഇന്നിപ്പോൾ 13th ഈവനിങ് ആണ്. ഇപ്പോൾ 6 മണിയൊക്കെ ആയി. അപ്പോൾ ഞാൻ വിളക്കൊക്കെ വെച്ചു. ഇന്നിപ്പോൾ ചെറിയ വിഷു ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കണിപ്പൂവ് വിളക്കിൻ്റെ അവിടെയും കൃഷ്ണൻ്റെ അവിടെയും കുറച്ച് അങ്ങനെ വെച്ചിട്ട് നമ്മൾ വിളക്കൊക്കെ വയ്ക്കും. സോ ഇന്ന് ചെറിയ വിഷു ആയതുകൊണ്ട് ചെറിയൊരു ഇതുപോലെ തന്നെ ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ കണിയൊക്കെ ഒരുക്കേണ്ടതായിരിക്കും. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് വിഷു ആഫ്റ്റർ മാരേജ്. അതുകൂടാതെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കണി ഒരുക്കാൻ പോണത്. ഇത്രയും കാലം ലൈക്ക് അമ്മയും അച്ഛനൊക്കെ നാട്ടിലാണല്ലോ ഇപ്പോൾ. അപ്പോൾ അവരൊക്കെ ഉള്ള സമയത്ത് തന്നെ അവരായിരുന്നു മൂത്തവരാണല്ലോ ചെയ്യുക. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ നാട്ടിലാണ്. സോ ആദ്യമായിട്ടാണ് ഞാൻ ഒരു കണി ഒരുക്കാൻ പോകുന്നത്. ഇതുവരെ ഞാൻ ഒരുക്കിയിട്ടില്ല. അവർ രാത്രി ഇങ്ങനെ ഒരുക്കി വെച്ചിട്ട് രാവിലെ നമ്മളെ കണി കാണിക്കാൻ കൊണ്ടുപോകുന്നതാണ് ഞാൻ കാണുന്നത്. അല്ലാതെ അവർ ഈ ഒരുക്കേണ്ടതും കാര്യങ്ങളും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പർച്ചേസിനൊക്കെ പോകാറുണ്ട്, സാധനങ്ങൾ മേടിക്കാനും പിടിക്കാനും ഒക്കെ പോകാറുണ്ട്. എന്തൊക്കെ വെക്കുക എന്നൊക്കെ അറിയാം. പക്ഷേ ഇങ്ങനെ ഒരുക്കി വെക്കണതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എനിവേസ് എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ലിറ്റിൽ എക്സൈറ്റഡ് ആണ് ഇതൊക്കെ ഒരുക്കാനും കാര്യങ്ങളൊക്കെ. എനിവേ അപ്പോൾ
ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇന്നലെ തന്നെ പോയി മേടിച്ച് വെച്ചിട്ടുണ്ട്. കണിപ്പൂവൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് ഇവിടെ. കിട്ടും, പക്ഷേ എല്ലാം ലൈക്ക് പാക്കറ്റിലാക്കിയിട്ടാണ് കിട്ടുക. നമുക്ക് ഫ്രഷ് അപ്പം തന്നെ പറിച്ച് കിട്ടണമെന്നൊന്നും ഇവിടെ കിട്ടില്ലല്ലോ. അപ്പോൾ കിട്ടണത് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലായിടത്തും ഫ്രിഡ്ജിൽ വെച്ചു, കാരണം വെളി വെച്ചാൽ എന്തായാലും വാടും. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഈ ഉരുളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്, അതൊന്ന് കഴുകണം. പിന്നെ വേറെ പരിപാടി എന്താ വെച്ചാൽ മാല, കൃഷ്ണനുള്ള മാല കെട്ടാനുണ്ട്. സോ ഞാൻ അവിടെ മാല ഓൾറെഡി ഉണ്ടായിരുന്നു, ഇന്നലെ കിട്ടിയ മാലയിൽ ഞാൻ വിചാരിച്ചു ലൈക്ക് ഞാൻ തന്നെ കെട്ടിയിട്ട് മാല ചാർത്താന്നുള്ളത്. അപ്പോൾ എൻ്റെ നൂല് തപ്പിയിട്ട് പോലും എനിക്ക് കിട്ടിയില്ല ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ തുണിയൊക്കെ തുന്നണ നൂലുണ്ടല്ലോ, ചെറിയ നൂല്, അത് വെച്ചിട്ടാണ് കെട്ടാൻ പോകുന്നത്. നോക്കട്ടെ സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും നോക്കാം. വേറെ ഇപ്പം എന്താ, അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കണിയൊക്കെ ഒരുക്കുമ്പോഴൊക്കെ ഞാൻ കാണിച്ചു തരാം, എല്ലാം ഡീറ്റെയിൽ ആയി ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഉരുളിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാം, പിന്നെ പൂ കെട്ടണം. ഓക്കെ, അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം. പൂ വന്നിട്ട് ഇത് അരളി, പിന്നെ തുളസി. അപ്പോൾ ഇത് രണ്ടും കൂടെ കെട്ടാനാണ് എൻ്റെ ഉള്ള ആകെ നൂല് ഇതാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളുണ്ട്. അപ്പോൾ നോക്കാം ഇത് വെച്ചിട്ട് കെട്ടാൻ പറ്റുമെന്നുള്ളത്. ഓക്കെ, അതെ നമ്മൾ മാല കെട്ടിക്കഴിഞ്ഞു. നമ്മുടെ കൃഷ്ണൻ കുഞ്ഞിതാണല്ലോ, അപ്പോൾ ഓവർ ലെങ്ത്തിൻ്റെ ആവശ്യമില്ല. ഇതന്നെ ചിലപ്പോൾ വലുതാവുമെന്ന് എനിക്ക് തോന്നണം. എനിവേസ് നമ്മൾ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ മാല കെട്ടി. കുറേ ആയി മാല കെട്ടിയിട്ട്, അത് കാരണം ആ ഒരു ടച്ച് പോയിരിക്കുകയാണ്. മാലയൊക്കെ കെട്ടിയിട്ട് ഇപ്പോൾ കുറേ. എനിവേസ് ഞാൻ ആഗ്രഹിച്ച പോലെ ഞാൻ അർലി ആൻഡ് എന്താണ് പറയുക, തുളസിയുടെ മാല കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനിയിപ്പോൾ നമുക്ക് ഫ്രിഡ്ജിക്ക് എടുത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും കണി ഒരുക്കണമല്ലോ. ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കണി ഒരുക്കണ ഇതൊക്കെ നമുക്ക് കാണാം. ഓൾറെഡി എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട്, എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചില്ല അല്ലേ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ പുതിയത് വാങ്ങിച്ച മീൻസ് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് അമ്പലം. ഇവിടെ ഫസ്റ്റ് ഞാൻ ഈ ടേബിളിലായിരുന്നല്ലോ വെച്ചുകൊണ്ടിരുന്നത്, അതിനെയൊക്കെ മാറ്റി ഞാൻ എല്ലാം ഉള്ളിലേക്ക് ആക്കി. ഇപ്പോൾ ഇവിടെ താഴെ നമുക്ക് കണി ഒരുക്കാനാണ്. ഇനി കണി ഒരുക്കുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റട്ടെ, എന്നിട്ട് കാണാം. ഓക്കെ, നമ്മൾ കണി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ തന്നെ ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ആർട്ടിഫിഷ്യൽ കണിക്കൊന്നട ഇതാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇവിടെ ബാക്കിലേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ,
സോ കണി ഒരുക്കണ ഫസ്റ്റ് മുന്നേ തന്നെ ഞാനൊരു സ്റ്റൂളിൻ്റെ മേലെ ഒരു മഞ്ഞ കളർ തുണി വിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മഞ്ഞ കളർ ഇല്ലെങ്കിൽ തുണി ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മഞ്ഞ പട്ടോ അങ്ങനെ വലുതൊക്കെ ഉണ്ടെങ്കിൽ അതും വിരിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് കൃഷ്ണനെ ഇങ്ങനെയാണ് വെച്ച്, പിന്നെ എൻ്റെ കയ്യിൽ വേറൊരു ചെറിയൊരു കസവിൻ്റെ ഒരു തോൾ വേഷ്ടി പോലത്തെ ഒരു ഇതും ഉണ്ടായിരുന്നു. സോ ഞാൻ അതിനെ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് കൃഷ്ണനെ വെച്ച് കൊടുത്തത്. സൈഡിൽ ഞാൻ ഗണപതിനെയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വേറെ ഇങ്ങനെയാണ് ഞാൻ ഇത് വെച്ചത് കേട്ടോ. അതിൻ്റെ മുന്നിലായിട്ട് നമ്മളൊരു ഉരുളി വെച്ച് കൊടുത്തു. ഉരുളിയിൽ ഫസ്റ്റ് നമ്മൾ ഇടേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുത്തരിച്ചോറ് എന്ന് പറയില്ലേ, നമ്മൾ കഞ്ഞി വെക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു, ആ അരിയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അത് ഫസ്റ്റ് നമ്മൾ ഇടയിലായിട്ട് ഇങ്ങനെ ഇട്ട് നല്ല രീതിയിൽ അത് പടർത്തി ഇട്ട് കൊടുക്കണം. അതിന് ശേഷമായിട്ട് അതിൻ്റെ മേലെ നമ്മൾ കണിക്കൊന്നട ഒരു ഇതുകൂടെ നമ്മൾ പൂവ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്തൊക്കെയാണോ വെച്ചാൽ അത് വെച്ച് കൊടുക്കുക. ആദ്യം തന്നെ കണിവെള്ളരിയാണ് വെച്ച് കൊടുക്കുന്നത്. നല്ല ഗോൾഡൻ കളറുള്ള കണിവെള്ളരി വെച്ച് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്തൊക്കെയാണോ വെച്ചാൽ അത്, ഞാനിവിടെ മാംഗോ, ചക്ക, പംകിൻ, പൈനാപ്പിൾ, ബനാന, ആപ്പിൾ ഇതൊക്കെയാണ് വെച്ച് കൊടുത്തത്. സോ പിന്നെ ഗ്രേപ്സ് ഇതൊക്കെയാണ് വെച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയാണോ വെജിറ്റബിൾസ് അതൊക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റും. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആ കണിവെള്ളരി ഉണ്ടല്ലോ അതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ തിരുവുഴയാട വെക്കണം. ഇതുപോലത്തെ തിരുവുഴയാട വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വാൽക്കണ്ണാടി വെക്കണം കേട്ടോ. വാൽക്കണ്ണാടിയുടെ അവിടെയായിട്ട് നമ്മൾ സ്വർണം വെക്കേണ്ടതാണ്. സോ അതിന് മുന്നേ നമ്മളിത് ഇങ്ങനെ കണിക്കൊന്നയും കൂടെ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൽ ഒരു തട്ടിൽ നമ്മൾ നവധാന്യങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലൊരു തട്ടിൽ നമ്മുടെ പുതിയ കസവ് തുണി, പിന്നെ ഭഗവത്ഗീത വെച്ചിട്ടുണ്ട്. ഞാൻ കൺമശി, പിന്നെ കുങ്കുമം, പിന്നെ സ്വർണം, പിന്നെ ക്യാഷ്, കോയിൻസ് ഇതൊക്കെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഞാൻ കെട്ടിയ മാലയും ഞാൻ ദൈവത്തിന് ചാർത്തി കൊടുത്തു. അതുകൂടാതെ എൻ്റെ കയ്യിൽ ഒരു മുല്ലപ്പൂവിൻ്റെ മാല കൂടി ഉണ്ടായിരുന്നു. സോ ഇത് മാത്രം ഇട്ടപ്പോൾ എനിക്കെന്തോ ഒരു ലൈക്ക് എന്താ പറയുക എംപ്റ്റിനെസ് പോലെ തോന്നി. അപ്പോൾ അത് കാരണം ഞാൻ ആ മുല്ലപ്പൂവിൻ്റെ മാലയും കൂടെ ഇട്ട് കൊടുത്തപ്പോൾ ഒത്തിരി ഒന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാനിരിക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാൻ വിളക്ക് 5 തിരി വെച്ചിട്ടുള്ള വിളക്കിൽ എണ്ണയൊക്കെ കൊടുത്ത് തിരിയൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കിണ്ടിയിൽ വെള്ളം വെച്ച് അതിൽ വെള്ള കളറ് പൂ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. ഞാനതിൽ മുല്ലപ്പൂവിൻ്റെ മുട്ടാണ് ഇട്ട് കൊടുത്തിട്ട്. സോ ഈ വെള്ളം കണ്ണിൽ തൊട്ടിട്ട് വേണം നമ്മൾ കണി കാണാൻ, അങ്ങനെ എന്തൊക്കെ പറയും, അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. സോ വാൽക്കണ്ണാടിൻ്റെ മുന്നിൽ ഞാൻ ഒരു മാലയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മുടെ കയ്യിൽ എന്ത് ഗോൾഡാണ് വെച്ചാൽ നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ സൈഡിലായിട്ട് ഞാനിങ്ങനെ വിളക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ഇത് ഞാൻ ജസ്റ്റ് അലങ്കാരത്തിനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. സോ ഇതൊക്കെയായിരുന്നു കണി ഒരുക്കങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞു. ഇനി നാളെ രാവിലെ 3 മണിക്ക് എണ്ണീട്ട് കണി കാണുന്നതായിരിക്കും. അപ്പോൾ ഇനി രാവിലെ 3 മണിക്ക് കാണാം. ഓക്കെ. എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി വിഷു. ഹാപ്പി വിഷു പറയും. ഹാപ്പി വിഷു ടു എല്ലാവർക്കും. പ്രാതല്ലേ? ഓക്കെ, എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി വിഷു. അപ്പോൾ ഞങ്ങളുടെ കണിയൊക്കെ ഞങ്ങൾ ഒരുക്കി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ കണിയൊക്കെ കണ്ടു രാവിലെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് മോർണിംഗ് കാണാം കേട്ടോ. മോർണിംഗ് മീൻസ് കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട്. ഓക്കെ.
നമ്മുടെ സദ്യ റെഡി ഫ്രം പാനൂർ റെസ്റ്റോറന്റ്. ഇലയോടൊപ്പം എത്ര 32 വിഭവം അങ്ങനെ എന്താ അല്ലേ പറഞ്ഞ്. സോ നമ്മുടെ 2 സെറ്റ് സദ്യ അവിടെ റെഡിയാണ്. അപ്പൊ കഴിക്കുന്ന സമയത്ത് തുറക്കാം, അപ്പൊ കാണിച്ചു തരാം. പിന്നെ ഇതേ എന്റെ വിഷുക്കൈ നീട്ടം ഫ്രം ആഥൻ. ഓക്കെ, സോ നമ്മളുടെ ഇവിടെ നമ്മുടെ സദ്യയൊക്കെ വിളമ്പിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് വിഭവങ്ങളേ ഉള്ളൂ, കാരണം ഞാൻ സദ്യയിലെ എല്ലാ വിഭവവും ഞാൻ കഴിക്കില്ല. എനിവേസ് നമ്മളെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്, എല്ലാം വിളമ്പിയിട്ടുണ്ട്. 3 തരം പായസം വിത്ത് എവറിത്തിങ് എല്ലാം ഉണ്ട്. ഇതിൽ കുറച്ചേ ഉള്ളൂ, ഞാൻ വേണ്ട സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, സോ റെഡി ഗോ. എന്തട്ടെ എല്ലാം സൂപ്പറായി. എനിക്ക് പാതി പോലും കേറിയിട്ടില്ല. ഇപ്പൊ ക്യാമറ ഈ ഭാഗത്തല്ലേ. എങ്ങനെയുണ്ട്? എല്ലാം നന്നായിട്ടല്ലേ? മയക്കണ ടൈപ്പായിട്ടൊരു എന്താ പറയാ, പായസം അടിപൊളി. അതിന്റെ 3ഉം നന്നായിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് ഇതെന്താണ് അട, ഒന്ന് പിന്നെ ചെറുപയറ്, ഒന്ന് പിന്നെ ഇതുണ്ട് നമ്മുടെ അമ്പലത്തിലൊക്കെ കിട്ടുന്ന നെയ് പായസം. ഓക്കെ, വിഷു ഡൺ റൈറ്റ് എന്ന് പറയാം അല്ലേ? ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് വെച്ച് ഇലയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം കാണാം. ഓക്കെ, സോ നമ്മളിപ്പോ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞു. നല്ല ഉറങ്ങേണ്ട മൂഡിലാണ് ഇപ്പോ. പിന്നെ ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല. ഡ്രസ്സൊക്കെ മാറി കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. സോ അതുവരെ ടാറ്റാ. സോ അതായിരുന്നു ഇന്നത്തെ ഒരു ഡേ വിഷു വ്ളോഗ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. പിന്നെ വീണ്ടും എല്ലാവർക്കും എൻ്റെയും ഇവിടെ ഏട്ടൻ്റെയും വക ഹാപ്പി വിഷു. സോ എല്ലാവരും നന്നായി ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു വിഷു. ഓക്കെ, സോ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനിയും വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. ആൻഡ് പുതിയതാരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇനിയിപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ ബൈ.